ചില സന്ദേശങ്ങൾ വായിച്ചു മറക്കാനാവില്ല. അവ നമ്മളെ തന്നെ മാറ്റും. ആദ്യ സന്ദേശം. അലീനയുടെ ഫോൺ ഒരു ദിവസം രാവിലെ ബീപ്പ് ചെയ്തു. അൺനോൺ നമ്പർ. നീ ഇന്നും ചിരിക്കുന്നു, അത് മതി. അവൾ അമ്പരന്നു. ആരാണിത്? റിപ്ലൈ അയച്ചു. ഉത്തരമില്ല. തുടർന്ന സന്ദേശങ്ങൾ. അടുത്ത ദിവസം വീണ്ടും ഒരു മെസ്സേജ്. നീ കോഫി കുടിക്കുമ്പോൾ ചിന്തയിൽ മുങ്ങിപ്പോകുന്നു. അലീന ഞെട്ടി. ഇവനെന്നെ അറിയുമോ? ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും ഒരു മെസ്സേജ്. നിനക്ക് മഴ ഇഷ്ടമാണ്. നീ നിന്റെ ദുഃഖം ആരോടും പറയാറില്ല. പക്ഷെ നീ വളരെ ശക്തയാണ്. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ തട്ടി. അപരിചിതനോടുള്ള അടുപ്പം. അലീനയുടെ ജീവിതത്തിൽ ആ സന്ദേശങ്ങൾ ഒരു ശീലമായി. ഒരു ദിവസം അവൾ എഴുതി, നീ ആരാണ്? ചില സമയം കഴിഞ്ഞ്, നിന്റെ ജീവിതത്തിൽ ഒരാൾ. അവൾ ചിരിച്ചു. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ നിന്നെ കാണാതെ അറിയുന്ന ഒരാൾ. കണ്ടുമുട്ടാനുള്ള ആഗ്രഹം. അലീനയ്ക്കിനി കൗതുകം കൂടി. നമ്മൾ കാണാമോ? ഒരു നിമിഷം നിശബ്ദത. പിന്നെ ഒരു മെസ്സേജ്. നാളെ ലൈബ്രറിയിൽ. സത്യത്തിനായി കാത്തിരിപ്പ്. അടുത്ത ദിവസം അലീന ലൈബ്രറിയിൽ എത്തി. ഓരോ ആളിനെയും നോക്കി. ഇവനാണോ? സമയം കടന്നു. ആരും വന്നില്ല. അവൾ നിരാശയായി. അവസാന സന്ദേശം. ഫോൺ വീണ്ടും ബീപ്പ് ചെയ്തു. നീ വന്നെന്ന് എനിക്കറിയാം. നീ എവിടെയാണ്? അവൾ ടൈപ്പ് ചെയ്തു. നിന്റെ മുന്നിൽ. എപ്പോഴും ഉണ്ടായിരുന്ന പോലെ. അവൾ ചുറ്റും നോക്കി. അപ്പോൾ ഒരു പഴയ ഓർമ്മ അവളുടെ മനസ്സിൽ വന്നു. സത്യം. അവളുടെ അടുത്തേക്കൊരു യുവാവ് നടന്നുവന്നു. അവൾ അവനെ നോക്കി. അർജുൻ. അവൻ ചെറുതായി ചിരിച്ചു. ഇത്ര കാലം കഴിഞ്ഞിട്ടും നീ തിരിച്ചറിഞ്ഞല്ലോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നീയായിരുന്നോ? അതെ, അവൻ പറഞ്ഞു. നിനക്ക് ഞാൻ ഒരിക്കൽ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നീ അത് ഗൗരവമായി എടുത്തില്ല. പിന്നെ ഞാൻ പോയി. പക്ഷെ നിന്നെ മറക്കാനായില്ല. ഹൃദയത്തിന്റെ വെളിപ്പെടുത്തൽ. അതിനാലാണ് ഈ സന്ദേശങ്ങൾ, അവൻ പറഞ്ഞു. നിനക്കെങ്ങനെയാണ് ഇത്രയും അറിയുന്നത്? അലീന ചോദിച്ചു. അവൻ ചിരിച്ചു. ഞാൻ നിന്നെ സ്നേഹിച്ചവനാണ്, അതുകൊണ്ട്. അവൾ നിശബ്ദമായി. അവസാനം. ഇപ്പോൾ? അവൾ ചോദിച്ചു. ഇപ്പോൾ നീ എന്താണ് തീരുമാനിക്കുന്നത്? അലീന ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ അവൾ ചിരിച്ചു. നീ അയച്ച ഓരോ സന്ദേശവും എനിക്കിഷ്ടമായിരുന്നു. അവൻ കണ്ണുകൾ തിളങ്ങി. അവസാന വരി. ചില പ്രണയങ്ങൾ വാക്കുകൾ കൊണ്ടല്ല, ശ്രദ്ധ കൊണ്ടാണ് തെളിയുന്നത്. അവൾ അയച്ച വോയിസ് മെസ്സേജ്. അവൾ അയച്ച വോയിസ് മെസ്സേജ്. കൊച്ചിയിലെ ഒരു സ്റ്റാർട്ടപ്പിൽ ജോലി ചെയ്തിരുന്ന യുവാവായിരുന്നു റിത്തിൻ. അവൻ വളരെ തിരക്കേറിയ ജീവിതം നയിച്ചു. രാവിലെ ഓഫീസും രാത്രി ലാപ്ടോപ്പും. അവന്റെ ലോകം ഒറ്റയ്ക്കായിരുന്നു. ഒരു ദിവസം അവന്റെ ഫോണിൽ ഒരു വോയിസ് മെസ്സേജ് വന്നു. അറിയാത്ത നമ്പർ. അവനത് തുറന്നു. ഹലോ, ഇത് തെറ്റായിപ്പോയ മെസ്സേജാണെന്ന് തോന്നുന്നു, സോറി. മൃദുവായ ഒരു ശബ്ദം. റിത്തിൻ ചിരിച്ചു. അവൻ റിപ്ലൈ ചെയ്തു. ഇല്ല, പ്രശ്നമില്ല, മെസ്സേജ് കിട്ടി. അതൊരു ചെറിയ തെറ്റായിരുന്നു. പക്ഷേ അതാണ് അവരുടെ കഥയുടെ തുടക്കം. അവളുടെ പേര് നേഹ. ആദ്യം അവർ സാധാരണയായി സംസാരിക്കാൻ തുടങ്ങി. എന്ത് ജോലി? എവിടെയാണ് താമസം? പക്ഷെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ ചാറ്റ് വോയിസ് മെസ്സേജുകളായി മാറി. രാത്രികളിൽ അവർ ഒരുമിച്ച് സംസാരിക്കും, ചിരിക്കും, വേദനകൾ പങ്കിടും, ജീവിതത്തെക്കുറിച്ച് സംസാരിക്കും. നേഹ പറഞ്ഞു, എനിക്ക് ടൈപ്പ് ചെയ്യാൻ ഇഷ്ടമില്ല. ശബ്ദത്തിൽ പറയുമ്പോൾ വികാരം കൂടുതൽ അറിയാം. റിത്തിൻ ചിരിച്ചു. അപ്പോൾ ഞാൻ നിന്റെ ശബ്ദത്തിനടിമയായി. ദിവസങ്ങൾ കടന്നുപോയി. അവൻ അവളുടെ ശബ്ദം കേൾക്കാതെ ഒരു ദിവസം പോലും കഴിയാത്തവനായി. ഒരു ദിവസം റിത്തിൻ ചോദിച്ചു, നമ്മൾ ഒരിക്കൽ നേരിൽ കാണാമോ? നേഹ നിശബ്ദമായി. കാണാം, പക്ഷെ ഒരു ചെറിയ സമയം കൂടി. അവൾ എല്ലായ്പ്പോഴും അതേ മറുപടി തന്നിരുന്നു. ഒരു ദിവസം നേഹയുടെ മെസ്സേജുകൾ നിർത്തി. വോയിസ് മെസ്സേജുകളില്ല, കോളുകളില്ല, നിശബ്ദം മാത്രം. റിത്തിൻ ആശങ്കപ്പെട്ടു. ഒരു ദിവസം അവനൊരു ലോങ് വോയിസ് മെസ്സേജ് വന്നു. അവനത് കേട്ടു. റിത്തിൻ, ഇത് ഞാൻ നിന്നോട് അയക്കുന്ന അവസാന മെസ്സേജായിരിക്കും. എനിക്കൊരു ഗുരുതരമായ രോഗമുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. എനിക്ക് എത്ര സമയം ബാക്കിയുണ്ടെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം പറയണം.
നിന്റെ ശബ്ദം, നിന്റെ വാക്കുകൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പക്ഷെ നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാലാണ് ഞാൻ അകലുന്നത്. റിത്തിന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൻ ഉടനെ അവളെ അന്വേഷിക്കാൻ തുടങ്ങി. നമ്പർ, അഡ്രസ് എല്ലാം കണ്ടെത്താൻ ശ്രമിച്ചു. അവസാനം അവൻ അവളെ കണ്ടെത്തി. ആശുപത്രിയിൽ. നേഹ കിടക്കയിൽ ശാന്തമായി കിടക്കുകയായിരുന്നു. റിത്തിൻ അവളുടെ അടുത്തേക്ക് നടന്നു. നേഹ. അവൾ കണ്ണുകൾ തുറന്നു. അവൾ ചിരിച്ചു. നീ വന്നു. റിത്തിൻ അവളുടെ കൈ പിടിച്ചു. നീ എന്നെ അകറ്റാൻ ശ്രമിച്ചാലും ഞാൻ വരും. നേഹയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ആ നിമിഷം അവർ മനസ്സിലാക്കി, ചില പ്രണയങ്ങൾ ഒരു വോയിസ് മെസ്സേജിൽ തുടങ്ങും, പക്ഷേ അത് ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ തുടരുന്ന ഒരു ബന്ധമാകും. വെള്ളക്കടലാസിലെ പ്രണയം. ഒരു ശാന്തമായ പ്രഭാതം. കോളേജ് ക്യാമ്പസിൽ കാറ്റ് മൃദുവായി വീശുകയായിരുന്നു. കോട്ടയത്തിലെ ഒരു പഴയ കോളേജിൽ ആദിൽ എന്ന വിദ്യാർത്ഥി പഠിക്കുകയായിരുന്നു. ആദിൽ വളരെ സ്വപ്നങ്ങൾ കാണുന്ന ഒരാൾ. പുസ്തകങ്ങളും കവിതകളും അവനേറെ ഇഷ്ടം. ഓരോ ദിവസവും അവൻ തന്റെ നോട്ടുബുക്കിൽ കവിതകൾ എഴുതും. പക്ഷെ അവ കവിതകൾ ആരെയും കാണിക്കാറില്ല. കാരണം അവ കവിതകളെല്ലാം ഒരാൾക്കായിരുന്നു. അവൾ അമൃത. ക്ലാസ്സിലെ ഏറ്റവും ശാന്തയായ പെൺകുട്ടി. കണ്ണുകളിൽ ഇപ്പോഴും ഒരു മൃദുവായ പുഞ്ചിരി. ആദിൽ ഒരിക്കലും അവളോട് തന്റെ പ്രണയം പറഞ്ഞില്ല. പകരം ഓരോ ദിവസവും ഒരു വെള്ളക്കടലാസിൽ ഒരു ചെറിയ കവിത എഴുതി ലൈബ്രറിയിലെ ഒരു പുസ്തകത്തിനുള്ളിൽ വയ്ക്കും. അതാരും അറിയാത്ത ഒരു രഹസ്യം. ഒരു ദിവസം അമൃത ലൈബ്രറിയിൽ ഒരു പുസ്തകമെടുത്തു. അത് തുറന്നപ്പോൾ ഒരു ചെറിയ കാഗിതം വീണു. അതിലെഴുതിയിരുന്നത്, നിന്റെ പുഞ്ചിരി ഒരു കവിത പോലെ, വായിക്കുമ്പോൾ എന്റെ ഹൃദയം ശാന്തമാകും. അമൃത അത്ഭുതപ്പെട്ടു. അടുത്ത ദിവസവും മറ്റൊരു കാഗിതം. അങ്ങനെ ദിവസങ്ങൾ കടന്നു. അവൾക്ക് അനാമിക കവിതകൾ ഇഷ്ടമായി. ഒരു ദിവസം അമൃത ആ കാഗിതത്തിൽ തന്നെ ഒരു മറുപടി എഴുതി. ഈ കവിതകൾ എഴുതുന്നവൻ ആരാണെങ്കിലും നിന്റെ വാക്കുകൾ മനോഹരമാണ്. അടുത്ത ദിവസം ആദിൽ ആ മറുപടി കണ്ടു. അവന്റെ ഹൃദയം സന്തോഷത്തിൽ നിറഞ്ഞു. അങ്ങനെ അവരുടെ സംഭാഷണം വെള്ളക്കടലാസുകളിൽ തുടർന്നു. പക്ഷെ അവർ ഒരിക്കലും നേരിൽ സംസാരിച്ചില്ല. കോളേജിന്റെ അവസാന ദിവസം. അമൃത ലൈബ്രറിയിലെത്തി. അവൾ ഒരു പുസ്തകത്തിനുള്ളിൽ അവസാനമായി ഒരു കുറിപ്പ് വച്ചു. ഇന്ന് അവസാന ദിവസം. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇന്നെന്നെ കാണാൻ വരൂ. ആദിൽ ആ കുറിപ്പ് കണ്ടപ്പോൾ അവൻ ഓടി ക്യാമ്പസിലേക്ക്. മരത്തിൻ കീഴിൽ അമൃത നിൽക്കുകയായിരുന്നു. അവൾ ചിരിച്ചു ചോദിച്ചു, കവിതകൾ എഴുതിയത് നീയാണോ? ആദിൽ അല്പം ലജ്ജിച്ചു. അതെ. അമൃത പുഞ്ചിരിച്ചു. അപ്പോൾ ഇനി മുതൽ കവിതകൾ കടലാസിലല്ല, എന്റെ കൂടെ പറഞ്ഞാൽ മതി. ആ ദിവസത്തോടെ അവരുടെ കഥ ആരംഭിച്ചു. ചില പ്രണയങ്ങൾ വലിയ വാക്കുകളിലല്ല തുടങ്ങുന്നത്, ഒരു വെള്ളക്കടലാസിലെ ചെറിയ കവിതയിൽ നിന്നാണ് തുടങ്ങുന്നത്. സ്ക്രിപ്റ്റ് ഹാർട്ട്.